ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ലോഗ്. ഇന്ന് നമുക്ക് പപ്പായ കൊണ്ട് നല്ലൊരു ഓലൻ വെച്ചാലോ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ പറഞ്ഞാൽ നാടൻ പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്രഷായിട്ട് പൊട്ടിച്ച കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, നാളികേരം ചിരകിയത്, ഒരു മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത്രയും സാധനങ്ങൾ മതി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പായ കൊണ്ട് ഓലൻ വെക്കാൻ. ആദ്യം പപ്പായ നല്ലോണം വൃത്തിയാക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും കറി വെക്കാനൊരു പച്ചക്കറി ഇല്ലെങ്കിൽ ഒന്നുകിൽ നമുക്ക് നമ്മളെ മുരിങ്ങ പൊട്ടിക്കുക, അല്ലെങ്കിൽ പപ്പായ എടുക്കുക, എന്നിട്ടൊക്കെ കറി വെക്കാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ അടങ്ങിയിരിക്കുന്നു, അതുപോലെ തന്നെ സി, ഇ, ഇത്രയും വിറ്റാമിൻസ് നമ്മൾ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ ചെറിയ കുട്ടികളെന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരുവിധം നല്ല രോഗപ്രതിരോധ ശേഷി ഉള്ളതാണ് ഒക്കെ നമുക്ക് ജനറലായിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. നല്ലോണം വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ നാട്ടിലെ പപ്പായ, കറുമത്തിക്കായ, പിന്നെ അങ്ങനത്തെ ഒക്കെ പറയും കേട്ടോ. അധികം പറയാ കറുമത്തിക്കായ പറയാ. ഓലൻ വെക്കാൻ വേണ്ടിയിട്ട് പപ്പായ നല്ലോണം കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പപ്പായ പൊട്ടിക്കുമ്പോൾ അതുപോലെ തന്നെ പപ്പായ വൃത്തിയാക്കുമ്പോൾ ഒരു നീരുണ്ട്, ഒരു വെള്ള നിറത്തിലുള്ളത്. നമ്മളിവിടെയൊക്കെ അതിന് പാല് പറയുക, കറ അങ്ങനെയൊക്കെ പറയും. അത് കയ്യിൽ തട്ടാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ചൊറി, കയ്യിലൊരു ചൊറി ഉണ്ടാവും. അത് നമ്മൾ ആ വെള്ള പാല് നമ്മുടെ കയ്യുമ്പോൾ തട്ടുമ്പോൾ ഒരു ചൊറി ഉണ്ടാവും. 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ആ ചൊറിയൊക്കെ മാറും. പക്ഷെ ഞാൻ ഒന്ന് പറയാ, ശ്രദ്ധിക്കുക. ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച പപ്പായ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുളക് നീളത്തിലരിയ. ഞാൻ ഇവിടെ എരി മോനൊന്നും തീരെ പറ്റാത്തതുകൊണ്ടാണ് ഇതിന് ഒരു ഒറ്റ മുളക് എടുത്തത്. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക. 2 വിസിൽ മതി. അപ്പോഴേക്കും നമുക്ക് നാളികേരപ്പാൽ എടുക്കാം. എല്ലാ വീട്ടിലും നമുക്ക് തേങ്ങ ഉണ്ടാവണില്ല. അപ്പോൾ അവര് ഇങ്ങനെ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞിട്ട് വാങ്ങി വെക്കുക. എന്നിട്ട് വറവിടുക. കടുകും കരിവേപ്പിലയും എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ വറവിടണേ. വെളിച്ചെണ്ണയിൽ വറവിട്ടിട്ട് ഈ വെന്ത പപ്പായക്ക് അങ്ങോട്ട് പിന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അത്ര ചെയ്താൽ മതി. തേങ്ങ ഉള്ള ആളുകളാണെങ്കിൽ തേങ്ങ നല്ലോണം അരച്ചിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പം തേങ്ങ നല്ലോണം അരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചും കൂടി വെള്ളം കൂട്ടി കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് പാലെടുക്കുക. അരിപ്പയിൽ അരിച്ചാലും മതി. ഇപ്പോൾ കൈകൊണ്ട് പിഴിയാൻ വയ്യാത്തവർ അരിപ്പ ഉപയോഗിച്ച് നാളികേരം അരിച്ചാൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും നാളികേരപ്പാല്. നല്ലോണം പപ്പായ വെന്തിട്ടുണ്ട്.
2 വിസിലാണ് പപ്പായ വേവെടുത്തത്. നല്ലോണം ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഉപ്പുണ്ടോ നോക്കിയപ്പോൾ കുറച്ച് കമ്മിയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നിങ്ങടെ തിളച്ചിട്ട് നമുക്ക് വറവിടാം. അപ്പോൾ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായി. അപ്പോൾ ഞാൻ ഓലയിലേക്ക് കടുക് വറുത്തിടുന്നില്ല. അപ്പോൾ എണ്ണ ഒഴിച്ചു. നാടൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ നോക്കുക, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇപ്പോൾ അങ്ങനെ നാടൻ വെളിച്ചെണ്ണ ഇല്ലാത്തവരും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവനവൻ്റെ വീട്ടിൽ ഏതാണുള്ളത് അത് ഉപയോഗിക്കാം. പിന്നെ കറിവേപ്പില, ഓലയിലേക്ക് വറവിടുക. അപ്പം നമ്മുടെ പപ്പായ കൊണ്ടുള്ള ഓലൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഗൈസ് സൂപ്പറാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഒരു മുളക് അതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻസ് അയയ്ക്കുക. നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.